ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് മഹാരാജ മൈ തോട്ട്സ്, മഹാരാജ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ. അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഒരു മൂവി റിവ്യൂ. മഹാരാജ വിജയ് സേതുപതിയുടെ 50ാമത് ചിത്രം. തമിഴകത്തിൻ്റെ മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമാണ് മഹാരാജ എന്നത്. പടം തുടങ്ങി ടൈറ്റിൽ കാർഡിൽ തന്നെ വിജയ സംഭവം എന്ന് എഴുതി കാണിക്കുമ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. വിജയ സംഭവം എന്ന് എഴുതി കാണിച്ച് മക്കൾ സെൽവൻ വിജയ് സേതുപതി എന്നുള്ള ടൈറ്റിൽ കാർഡും അങ്ങനെ മനോഹരമായ ഒരു കൊച്ചു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ക്രൈം ത്രില്ലർ ആ രീതിയിലുള്ളൊരു ചിത്രം. വളരെ മനോഹരമായ മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തൻ്റെ 50ാമത്തെ ചിത്രത്തിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അദ്ദേഹം എന്ന് പറയാം. സാധാരണ ഒരു ഹീറോസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 25ാമത്തെ ചിത്രം അല്ല 50ാമത്തെ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു മാസ്സായിട്ട്, പ്രത്യേകിച്ച് തമിഴകത്ത് നമ്മൾ അങ്ങനെയാണ് കാണുക. ഒരു പ്രത്യേകമായ മാസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ ആയിരിക്കും, സ്ക്രിപ്റ്റുകളായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വിജയ് സേതുപതി വളരെ നല്ല രീതിയിൽ കഥയ്ക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. നമുക്കതിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ നിതിലൻ സ്വാമിനാഥന്, അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. വളരെ മനോഹരമായൊരു കൊച്ചു ചിത്രം അല്ലെങ്കിൽ ഒരു ചിത്രം നമുക്ക് സമ്മാനിച്ചതിന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലാഗവും ഇല്ലാതെ തിയേറ്ററിൽ ഇങ്ങനെ പ്രേക്ഷകനെ അങ്ങനെ പിടിച്ചിരുത്തി ഫോണിൽ പോലും നോക്കാനായിട്ട് നമുക്ക് തോന്നുകയില്ല. കാരണം അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ആണ്, വളരെ ടൈറ്റായിട്ടൊരു സ്ക്രീൻ പ്ലേ ആണ് ചിത്രത്തിലിങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിതിലൻ സ്വാമിനാഥൻ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ 2017 പുറത്തിറങ്ങിയ കുരങ്ങു ബൊമ്മൈ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. അതും നിരൂപക പ്രശംസ പിടിച്ചു പറ്റുകയും വൻ വിജയമായി തീർന്നൊരു ചിത്രമായിരുന്നു അത്. വാണിജ്യ വിജയവുമായിരുന്നു. അതോടൊപ്പം നല്ല നിരൂപകരുടെ പ്രശംസയും പിടിച്ചു പറ്റിയൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രമാണിത്, മഹാരാജ എന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം വിജയ് സേതുപതിയുടെ ഒരു 50ാമത്തെ ചിത്രം എന്ന രീതിയിലും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ എല്ലാ ഹൈപ്പും ആ ഹൈപ്പിനോടെല്ലാം ചിത്രം 100% നീതി പുലർത്തിയെന്ന് പറയാം. വളരെ മനോഹരമായ ഡയറക്റ്റിംഗ് ആയിരുന്നു നിതിലൻ സ്വാമിനാഥൻ്റെ. കാരണം ഒരിടത്ത് പോലും പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ നല്ലൊരു ഡയറക്റ്റിംഗ് അദ്ദേഹം കാഴ്ചവെച്ചു. ആദ്യം തൊട്ട് അവസാനം വരെ പ്രേക്ഷകനെ ഇങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്തി വളരെ മനോഹരമായൊരു കൊച്ചു ചിത്രം. അതാണ് മഹാരാജ. പിന്നെ ഇതിൻ്റെ ക്യാമറാമാന് ദിനേശ് പുരുഷോത്തമൻ, സിനിമാറ്റോഗ്രാഫി വളരെ മനോഹരമായ വിഷ്വൽസ്. പ്രത്യേകിച്ചൊരു പാമ്പ് വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഇങ്ങനെ വളരെയധികം പേടിപ്പിക്കുകയും അതോടൊപ്പം വളരെ മനോഹരമായ വിഷ്വൽസ് ആയിരുന്നു അതൊക്കെ. പിന്നെ നല്ല രീതിയിലുള്ള ക്യാമറ, നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ചിത്രത്തിൽ. പിന്നെ മ്യൂസിക് ഡയറക്ടർ അജീഷ് ബി ലോകനാഥ് മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. BGM ഒക്കെ അടിപൊളിയായിരുന്നു. പാട്ടുകളൊന്നും എനിക്കത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ BGM ഒക്കെ വേറെ ലെവലാണ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി അത് എടുത്തു പറയേണ്ടതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്റ്റണ്ടൊക്കെ. അനിലരസാണ് ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല സ്റ്റണ്ടൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവെൽ സീൻസൊക്കെ വളരെ മനോഹരമായിരുന്നു. അത് ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ പോകുന്നു, പെട്ടെന്നൊരു പൊട്ടിത്തെറി ഇൻ്റർവെല്ലിൽ അടിപൊളിയായിരുന്നു അതൊക്കെ. ആ സ്റ്റണ്ടൊക്കെ വളരെ മനോഹരമായിരുന്നു. മൊത്തത്തിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അഭിനേതാക്കൾ ഹീറോ വിജയ് സേതുപതി, മക്കൾ സെൽവന്, അദ്ദേഹത്തിൻ്റെ 50ാമത് ചിത്രം. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 2010 തെൻപേർക്ക് പരുവക്കാട്ടൻ എന്ന ചിത്രത്തിലൂടെ ഹീറോയായി. പിന്നെ തുടർച്ചയായിട്ട് വിജയ ചിത്രങ്ങൾ. അതിനുശേഷം ചെറിയൊരു പരാജയ ചിത്രങ്ങൾ കൂടി വന്നപ്പോൾ അദ്ദേഹം നെഗറ്റീവ് റോളിലേക്കൊക്കെ തിരിഞ്ഞു. പേട്ടയിലും വിക്രത്തിലും മാസ്റ്ററിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. സൂപ്പർ താരങ്ങളുടെ കൂടെ അദ്ദേഹം നെഗറ്റീവ് റോളിലും അഭിനയിച്ച് അതോടൊപ്പം ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. മറ്റു ഭാഷകളിലൊക്കെ ഷാരുഖ് ഖാൻ്റെ കൂടെ ജവാന്, അങ്ങനെ മറ്റു ഭാഷകളിലും അദ്ദേഹം അഭിനയിക്കുവാൻ തുടങ്ങി. അങ്ങനെ എവിടെ നോക്കിയാലും വിജയ് സേതുപതിയെ നമുക്ക് എല്ലാ ഭാഷയിലും നമുക്ക് കാണുവാൻ സാധിച്ച ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയാം. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നല്ല, ഉപരി പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറയാം അദ്ദേഹത്തെ. കാരണം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കുന്ന മുതലാണ് വിജയ് സേതുപതി എന്നത് തമിഴകത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 50ാമത് ചിത്രവും വളരെ മനോഹരമായിട്ട് അദ്ദേഹം ജീവിച്ച് കാണിച്ചെന്ന് പറയാം. കാരണം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, വളരെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വളരെ സൈലൻ്റായിട്ട് സൈക്കോയെപ്പോലെ നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അഭിനയം, ആ രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. പിന്നെ മറ്റ് അഭിനേതാക്കളായിട്ട് നട്രാജ്, അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു. സിംഗം പുലി, മുനീഷ് കാന്ത്, അഭിരാമി,
പിന്നെ വിജയ് സേതുവിൻ്റെ മകളായിട്ട് അഭിനയിച്ച ആ കുട്ടിയൊക്കെ വളരെ ആ കുട്ടിയുടെ അഭിനയമൊക്കെ എടുത്തു പറയാൻ എനിക്ക് വളരെയധികം ഇമ്പ്രസ്സായി. കാരണം പ്രായത്തെ കവിഞ്ഞ് മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ആ കുട്ടിയുടെ ക്യാരക്ടറൊക്കെ തോന്നിയത്. വിജയ് സേതുവിൻ്റെ മോളായിട്ട് അഭിനയിക്കുന്നത് എല്ലാവരും വളരെ മനോഹരമായിട്ട് അവരവരുടെ ജോലികൾ ചെയ്തു. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ സ്റ്റാർട്ടിങ്ങിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളും പിന്നെ അത് സീരീസിലേക്ക് കടന്ന് പിന്നെ ഒരു കുറ്റാന്വേഷണമായിട്ട് മാറി ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റും വെച്ച് ഇൻ്റർവെല്ലിൽ ഒരു അടിപൊളി പൊട്ടിത്തെറിയും തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകരെ ഇങ്ങനെ പൊട്ടിത്തെറിപ്പിച്ചും അതോടൊപ്പം ക്ലൈമാക്സിൽ ഒരു അടിപൊളി ട്വിസ്റ്റും ഒരു അടിപൊളി സോഷ്യൽ മെസ്സേജും ഒരു അടിപൊളി മോട്ടിവേഷനും കൂടെ വെച്ചുകൊണ്ട് മൊത്തത്തിൽ നമ്മളെ ലാഗില്ലാതെ തിയേറ്ററിലോട്ട് പിടിച്ചിരുത്തുന്ന ഒരു ക്രൈം ത്രില്ലറാണിത്. വളരെ സ്റ്റാർട്ടിങ് തന്നെ വളരെ കോമഡി ആയിട്ട് ഹ്യൂമറസ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അത് വെച്ചു അത് കൊണ്ടുപോകുന്നൊരു കഥ അത് നമുക്ക് ആദ്യമായിട്ട് ഹ്യൂമറായിട്ട് തോന്നുമെങ്കിലും പിന്നെ അതേ തുടർന്നുണ്ടാകുന്ന ആ ഒരു വലിയ സംഭവത്തിലേക്ക് സിനിമ പോകുന്നതും പിന്നീട് ക്ലൈമാക്സിലുണ്ടായ ഒരു സോഷ്യൽ മെസ്സേജും ട്വിസ്റ്റും കാര്യങ്ങളും ഒരു മോട്ടിവേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളൊരു മോട്ടിവേഷനായിട്ടാണ് ക്ലൈമാക്സിൽ ആ സീനൊക്കെ അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് തമിഴ് സിനിമ റിലീസുകളെയും അതോടൊപ്പം മലയാള സിനിമയെ ആശ്രയിച്ചായിരുന്നു അവരുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ചിത്രങ്ങളും തമിഴ്നാട്ടിൽ പരാജയമായിരുന്നു. റിലീസ് ചെയ്തു. അപ്പം മലയാള ചിത്രങ്ങളും അവിടെ വളരെയധികം കളക്ഷൻ നേടി. അതൊക്കെയാണ് അവരെ പിടിച്ചിരുത്തിയത്. ആ ഒരു ഇതിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയെന്ന് പറയാം ഈ ഒരു ചിത്രത്തിലൂടെ. കാരണം ചിത്രം അത്ര നല്ലതാണ്, കണ്ടൻറ് വൈസ് സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നല്ല രീതിയിലോടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വളരെ നല്ലൊരു കണ്ടൻറ്റ്, വളരെ നല്ലൊരു രീതി. കുറച്ച് വയലൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് പോലും നെഗറ്റീവ് റോളുകളെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കാണുമ്പം നമുക്ക് പോലും തോന്നും അവനെ അടിക്കലാന്നുള്ള ആ രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമ്മളെപ്പോലും ദേഷ്യം പിടിപ്പിക്കും. ഏതായാലും നല്ല മനോഹരമായൊരു ചിത്രം കണ്ടിറങ്ങിയ ഒരു സന്തോഷത്തിലാണ് മക്കൾ സെൽവൻ്റെ 50ാമത്തെ ചിത്രം മഹാരാജ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.